സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് ആറ്റുവാശ്ശേരി സദ്യയുടെ പ്രിപ്പറേഷനായിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് തന്നെ ഒരു ഷെഡ് പോലെ കെട്ടി അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അവരവരുടെ കാറ്ററിംഗ് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരോ ജോലികളൊക്കെ ചെയ്യുവാണ്. രാധികനെയും യശോദനെയും സഹായിക്കാനായിട്ട് മറ്റൊരു ചേച്ചിയും കൂടി അതിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക അവിടെ ഇരുന്ന് തേങ്ങ ചിരവുകയും അതേപോലെ യശോദയും ആ ഒരു ചേച്ചിയും അവിടെ ഇരുന്ന് മറ്റു കറികളുടെ പ്രിപ്പറേഷനും ചെയ്യുകയും കൂടെ സഹായത്തിനായി ദേവനും വരുണും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, രാധിക മോളെ ഇങ്ങനെ വളർത്തിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ദേവനും യശോദക്കും തന്നെയാണ് കേട്ടോ. അന്നേരം രാധിക ചോദിക്കണേ, അത് ശരി, അപ്പോൾ പറഞ്ഞ് ക്രെഡിറ്റ് മുഴുവനും അച്ഛനും അമ്മക്കൊക്കെ കൊടുക്കുവാണോ? അന്നേരം ദേവൻ പറയുക, ആ ക്രെഡിറ്റ് ഞങ്ങൾക്കിരിക്കട്ടെ മോളെ, നിന്നെക്കുറിച്ച് നല്ല വാക്ക് കേൾക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ. ആയിക്കോട്ടെ എന്ന് രാധികയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൽപ്പനയാണെങ്കിൽ ആകെ എന്തു ചെയ്യണം, എങ്ങനെ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നറിയാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുവാണ്. 9:30 ഗൗതം പറഞ്ഞതുപോലെ അമ്പലത്തിൽ ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കണിമംഗലത്തിന് എന്നേക്കോ പുറത്താണ്. എൻ്റെ സങ്കടങ്ങൾ പറയാനോ കേൾക്കാനോ എന്നെ വിശ്വസിക്കാനോ ഇപ്പോൾ ആരുമില്ല. ഇനി ആരുടെ അടുത്താണ് ഞാൻ സഹായത്തിന് ചെല്ലേണ്ടത്? അങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുന്ന കൽപ്പനയുടെ മുമ്പിലേക്ക് രാധികയുടെ മുഖം ഓർമ്മ വരുന്നത്. അങ്ങനെ സഹായത്തിനായി രാധികയുടെ അരികിലേക്ക് തന്നെ ചെല്ലാമെന്ന് തീരുമാനിച്ച് കൽപ്പന നേരെ ആറ്റുവാശ്ശേരിയിലേക്കാണ് എത്തുന്നത്. ഈ സമയം കോളിംഗ് ബെല്ലിൻ്റെ ഒച്ച കേൾക്കുന്നതും രാധിക അവിടെ പുറത്ത് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അന്നേരം ആരോ വന്നു എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രാധിക ഉമ്മറത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം കൽപ്പന തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ രാധികയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആരാണെന്ന് ചോദിക്കുമ്പോൾ കൽപ്പന രാധികയുടെ മുമ്പിലേക്ക് തിരിയുക. അന്നേരം കൽപ്പനയെ കാണുന്നതും രാധികയും ഒന്ന് ഷോക്കാകുവാണ്. രാധികയുടെ മുമ്പിൽ സഹായത്തിനായി വന്ന കൽപ്പനയോടുള്ള രാധികയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതേപോലെ തന്നെ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെട്ട ശ്യാമയ്ക്കും അമൃതക്കും അവിടെ നിന്നും പൂർണ്ണമായും രക്ഷപ്പെട്ട് രാധികയുടെ വരുണിൻ്റെ അരികിലേക്ക് തിരിച്ചെത്താനായിട്ട് പറ്റുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്